ഏക പരിശുദ്ധനായ നമ്മുടെ ത്രിയേകനാഥനെ ഞാൻ സ്തുതിച്ച് വാഴ്ത്തുന്നു. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ ഈ സമയത്ത് അറിയിക്കുന്നു. ബഹുമാന്യ കർത്താവിന്റെ ദാസന്മാരുടെയും ദൈവജനത്തിന്റെയും സാന്നിധ്യത്തെ ഞാൻ ആദരിക്കുന്നു. ദൈവം നമുക്കൊരുക്കുന്ന എല്ലാവിധ അവസരങ്ങൾക്കായിട്ടും ദൈവത്തിന് സ്തോത്രം. ഇന്നലെ നമ്മുടെയൊക്കെ പ്രാദേശിക സഭകളിൽ ആത്മീയ കൂട്ടായ്മകളും സഭായോഗങ്ങളൊക്കെ ആചരിച്ച് അനുഗ്രഹീതരായി പുതിയ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ 15-16 അധ്യായങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെളിപ്പാട് പുസ്തകത്തിലെ സംഭവങ്ങൾ കാലക്രമം അനുസരിച്ചല്ല നമുക്ക് എഴുതി തന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് പല ക്ലൈമാക്സുകൾ നമുക്ക് കാണാം. പല സന്ദർഭങ്ങളിൽ കാര്യങ്ങൾ അതിൻ്റെ പരമകാഷ്ഠയിൽ എത്തുന്നത് യോഹന്നാൻ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 6-ാം അധ്യായം അങ്ങനെയുള്ള ഒന്നാണ്. 14-ാം അധ്യായവും അങ്ങനെ തന്നെ. 7 മുദ്രകൾ, 7 കാഹളങ്ങൾ, 7 കലശങ്ങൾ, ഇവ കൊണ്ടുള്ള ന്യായവിധി ദൈവം ഭൂമിയുടെ മേൽ ഒഴിക്കുന്നു. അതുപോലെ തന്നെ ഓരോ ന്യായവിധിയും ഓരോ പ്രാവശ്യത്തെ ദൈവിക ശിക്ഷാ നടപടികളും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഭീകരമായിരിക്കും. ദൈവം ഈ ന്യായവിധികളൊക്കെ അയക്കുന്നത് ഭൂവാസികളായി, പ്രത്യേകിച്ച് ദൈവത്തെ അനുസരിക്കാത്തവരായി, സുവിശേഷത്തിൽ വിശ്വസിക്കാത്തവരായി, ഈ സന്ദർഭത്തിലും ദൈവത്തിന് വിധേയപ്പെടാൻ മനസ്സില്ലാത്തവരായിരിക്കുന്ന മത്സരികളായ മനുഷ്യരുടെ മേലാണ്. സാത്താന്റെ സിംഹാസനത്തിന്റെ മേൽ, അവന്റെ അല്ലെങ്കിൽ സാത്താന്യ ത്രയത്തിന്റെ മേൽ, എതിർ ക്രിസ്തുവിന്റെ മേലും അവന്റെ സിംഹാസനത്തിന്മേലും, കള്ളപ്രവാചകന്റെ മേൽ, അങ്ങനെ സാത്താൻ ഇവ നിമിത്തമെല്ലാം പീഡിപ്പിക്കപ്പെടുകയാണ്. സാത്താന്റെ ശിഷ്യരായ, അവന്റെ മകനും ആത്മാവും എന്ന പോലെയൊക്കെ പ്രവർത്തിക്കുന്ന എതിർ ക്രിസ്തുവിന്മേലും കള്ളപ്രവാചകന്മേലും അവരെ ആരാധിക്കുന്ന ജനത്തിന്മേലുമൊക്കെ ദൈവത്തിന്റെ ക്രോധം പകരുമ്പോൾ അസ്വസ്ഥത ഏറെ അനുഭവിക്കുന്നത് സാത്താനാണ്. എന്നാൽ സാത്താന്റെ മേൽ നേരിട്ട് ഈ സന്ദർഭങ്ങളിൽ ഒന്നും ദൈവമൊന്നും ചെയ്യുന്നില്ല. 12-ാം അധ്യായത്തിലെ യുദ്ധവും തോൽവിയും ഒഴിച്ചാൽ, അതും ദൈവം നേരിട്ടിടപെട്ടില്ല, ദൂതനെ കൊണ്ട് കാര്യങ്ങൾ അങ്ങ് നടത്തിച്ചതേ ഉള്ളൂ. അപ്പോൾ ഈ ന്യായവിധികളുടെയൊക്കെ ഇടയിൽ ഓരോ ഇടവേളകൾ നമുക്ക് കാണാൻ പറ്റും. 6-ാം മുദ്ര കഴിഞ്ഞ് 7-ാം മുദ്ര പൊട്ടിക്കുന്നതിന് മുമ്പ് 7-ാം അധ്യായത്തിലെ സംഭവ വികാസങ്ങളെ യോഹന്നാൻ നമുക്ക് കാണിച്ചു തരുന്നത് പോലെ 8-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് അവിടെയുള്ള അടുത്ത ന്യായവിധിയുടെ കാര്യങ്ങളെ കുറിച്ച് വിവരിച്ച് ഇങ്ങനെ വരുമ്പോൾ പിന്നെയും നമുക്ക് ചില ഇടവേളകൾ, വീണ്ടും വന്ന് കാര്യങ്ങൾ വരുമ്പോൾ
14-ാം അധ്യായം പിന്നെയും ഒരു ഇടവേളയായി നമുക്ക് ലഭിച്ചു. യോഹന്നാൻ ആ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെ നാം കണ്ടു, ഒരു കാലക്രമം അനുസരിച്ചല്ല, ഒരു ടൈം ടേബിൾ അനുസരിച്ചല്ല, ക്രോണോളജിക്കൽ ഓർഡറിലല്ല ഈ വെളിപ്പാട് പുസ്തകത്തിലെ സംഭവങ്ങൾ വിവരിച്ചിട്ടുള്ളത്. ഓരോ പ്രാവശ്യവും ന്യായവിധിയുടെ, ദൈവീക ഇടപെടലിന്റെ, ശിക്ഷാവിധിയുടെ പരമകാഷ്ഠ ക്ലൈമാക്സുകളെ എടുത്തു പറഞ്ഞ് അടുത്ത പ്രാവശ്യം കുറെ കൂടെ വിവരിച്ചു പറഞ്ഞ് ഒക്കെയാണ് വരുന്നത്. ചിലപ്പോഴൊക്കെ നമ്മുടെ ക്ലാസ്സുകളും അങ്ങനെയാണല്ലോ. ചിലപ്പോൾ ഇന്നുകൊണ്ട് നമ്മുടെ ക്ലാസ് ഈ ഒരു വിഷയം ഇവിടെ കൊണ്ട് തീരുകയാണ്, നാളെ ഇന്ന അധ്യായത്തിലേക്ക് പ്രവേശിക്കുമെന്നൊക്കെ നമ്മൾ പറഞ്ഞ് പിരിഞ്ഞിട്ട് ചിലപ്പോൾ നാളെ പിന്നെയും ഇതിന്റെ കുറെ കൂടെ വിശദീകരണങ്ങൾ ഇതുപോലെ യോഹന്നാനും നമുക്ക് എടുത്ത് പറഞ്ഞ് കാര്യങ്ങളെ കാണിക്കുകയാണ്. അങ്ങനെ നമ്മൾ 15-ാമത്തെ അധ്യായം 2, 3, 4 വാക്യങ്ങളാണ് കഴിഞ്ഞ ദിവസം വായിച്ചത്. ഒന്നും കൂടെ നമുക്ക് ആ വാക്യങ്ങൾ വായിക്കാം. തീ കലർന്ന പളുങ്കുകടൽ പോലെ ഒന്നും, മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട് പളുങ്കുകടലിനരികെ നിൽക്കുന്നതും ഞാൻ കണ്ടു. അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി ചൊല്ലിയത്, സർവശക്തിയുള്ള ദൈവമായ കർത്താവെ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ. സർവജാതികളുടെയും രാജാവെ, നിന്റെ വഴികൾ നീതിയും സത്യവുമുള്ളവ. കർത്താവെ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും? നീയല്ലോ ഏക പരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. സ്തോത്രം. നാം കണ്ടു, മഹാപീഡന കാലത്തെ ജയാളികളായ വിശുദ്ധന്മാരെ നമുക്കിവിടെ യോഹന്നാൻ വെളിപ്പെടുത്തി തരുന്നതായിട്ട്. 15-ന്റെ 1-ാമത്തെ വാക്യത്തിൽ നിന്ന് നാം ആ കാര്യങ്ങൾ കണ്ടു. ഒരു സ്വർഗീയമായ കാഴ്ച യോഹന്നാൻ നമുക്കിവിടെ തരികയാണ്. മറ്റൊരു അടയാളം. നാം പല അടയാളങ്ങളെ കുറിച്ച് 12-ാം അധ്യായം പഠിച്ചപ്പോൾ ചിന്തിച്ചിരുന്നല്ലോ, അതുകൊണ്ട് ആവർത്തിക്കാതെ വിടുന്നു. ഇവിടെ 2, 3, 4 വാക്യങ്ങളിൽ നാം കാണുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതുപോലെ മഹാപീഡനകാലത്തെ ജയാളികളും അവരുടെ ജയത്തിന്റെ പാട്ടുമാണ്. The triumphants during the time of tribulation, or the tribulation triumphants, and their song of triumph. മഹാപീഡനകാലത്തിലൂടെ അവർ കടന്നുപോയി. പലരും, ഒരുപക്ഷെ അധികം പേരും രക്തസാക്ഷികളായി മരിച്ചു. പക്ഷേ അവരുടെ ആയുസിന്റെ, ചിലപ്പോൾ യൗവനക്കാരായി മരിച്ചവരാകാം അധികവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ ഭാഷയിൽ ആയുസിന്റെ മധ്യത്തിലൊക്കെ തന്നെ മരിച്ചവർ, ചിലപ്പോൾ വിവാഹം നിശ്ചയിച്ചിരുന്നവർ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മരിച്ചവർ കാണും. ഗർഭിണികളായിരുന്ന സഹോദരിമാർ മരിച്ചിട്ടുണ്ട്. ഭാര്യ ഗർഭിണിയായി പ്രസവിച്ചൊരു കുഞ്ഞിനെ കാണാൻ കൊതിച്ചിരുന്ന ഭർത്താക്കന്മാർ, ആവേണ്ട പിതാക്കന്മാർ മരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ വീട് പണിഞ്ഞ് കയറി താമസിക്കാൻ കാത്തിരുന്നവർ അതിന് അവസരം ലഭിക്കാതെ മരിച്ചിട്ടുണ്ട്.
അപ്പോൾ ഈ നിലയിലൊക്കെ മരിച്ചവരെ ലോകത്തിന്റെ ഭാഷയിൽ നിർഭാഗ്യവാന്മാരെന്നും ഹതഭാഗ്യവന്മാരെന്നും ഒക്കെയാ വിളിക്കുന്നത്. പക്ഷേ തിരുവഴുത്ത് അവരെ വിളിക്കുന്നത്, ദൈവം അവരെ സംബോധന ചെയ്യുന്നത് എങ്ങനെയാണ്? ജയാളികൾ. ജയാളികൾ എന്ന. സ്തോത്രം. അപ്പൊ ഭൂമിയിലെ നേട്ടങ്ങളല്ല ദൈവത്തിന്റെ ദൃഷ്ടിയിലെ നേട്ടങ്ങൾ. ദീർഘായുസോ ഭൂമിയിലെ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്നതോ അല്ല സ്വർഗീയ ഭാഷയിലെ ജയത്തിന്റെ നിർവചനം. സ്തോത്രം. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ദൈവഹിതത്തിന് തങ്ങളെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുകയും ദൈവിക സത്യങ്ങളെ ജീവൻ അർപ്പിച്ചുകൊണ്ട് പോലും നിവർത്തിക്കുകയും ചെയ്യുന്ന അനുഭവമാണ്. അവർ പരാജിതരല്ല, അവർ നിർഭാഗ്യവാന്മാരല്ല, അവരെക്കുറിച്ച് അയ്യോ കഷ്ടം എന്ന് പറയേണ്ടതില്ല. സ്തോത്രം. അവർ ജയാളികളാണ്, യുദ്ധം ജയിച്ചവരാണ്. സ്തോത്രം. അവർ യുദ്ധം ജയിച്ചവരാണ്, ജയാളികൾ. ആ ജയാളികളെയാണ് നാം ഇവിടെ കാണുന്നത്. സ്തോത്രം. അപ്പോൾ ആരാണ് ജയാളികൾ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ വിശുദ്ധന്മാർ എല്ലാവരും ജയാളികളാണ്. Saints are the overcomers. Saints are the triumphants. സ്തോത്രം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അനുസരണം ഉള്ളവരാണ് ജയാളികൾ. The obedient are the victors. അനുസരണമുള്ളവർ, അല്ലെങ്കിൽ the loyal ones are the triumphant ones. ദൈവത്തോടും ദൈവവചനത്തോടും വിശ്വസ്തത പുലർത്തിയവരാണ് ജയാളികൾ. സ്തോത്രം. വിശ്വസ്തന്മാർ. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് സ്നാനം കഴിഞ്ഞ് കയറുമ്പോൾ തലയിൽ കൈവച്ച് പാസ്റ്റർമാർ പറയുന്നത്, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. സ്തോത്രം. അപ്പോൾ വിശ്വസ്തത, ലോയൽറ്റി ടു ഗാഡ് ആൻഡ് ഹിസ് കമാൻഡ്മെന്റ്സ്. സ്തോത്രം. ദൈവത്തോടും ദൈവകൽപ്പനകളോടും ഉള്ള വിശ്വസ്തത. ആരാണ് ജയാളികൾ? The victors are those who opposed every satanic thing till their last breath. അന്ത്യശ്വാസം വരെ സാത്താന്യമായ സകലത്തോടും എതിർത്തു നിന്നവരാണ് ജയാളികൾ. സ്തോത്രം. പാപം ഉൾപ്പെടെ. എബ്രായ ലേഖനകർത്താവ് അങ്ങനെയാണല്ലോ പറയുന്നത്, പ്രാണത്യാഗത്തോളം പാപത്തോട് എതിർത്ത് നിൽക്കുക. സ്തോത്രം. Resist sin, withstand everything that is devilish. സാത്താന്യമായ സകലത്തോടും മരണം വരെ, അന്ത്യശ്വാസം വരെ എതിർത്ത് നിൽക്കുന്നവരാണ്. The uncompromising are the conquerors. അനുരഞ്ജനമില്ലാത്തവരാണ് ജയാളികൾ. അനുരഞ്ജനമില്ലാത്തവരാണ്, അൺകോംപ്രമൈസിങ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, എ കോംപ്രമൈസിങ് ക്രിസ്ത്യൻ ക്യാൻ നെവർ എവർ ബി എ കോൺക്വറർ. പല ആവർത്തി ഇപ്പൊ കുറെ നാളായി പറഞ്ഞിട്ട് നേരത്തെ സംബന്ധിച്ചവരൊക്കെ കേട്ടിട്ടുള്ളതാണത്. അനുരഞ്ജനം നടത്തുന്ന ഒരു ക്രിസ്ത്യാനിക്ക് ജയാളിയായ ക്രിസ്ത്യാനിയാകാൻ പറ്റില്ല.
എ കോംപ്രമൈസിങ് ക്രിസ്ത്യൻ ക്യാൻ നെവർ എവർ ബിക്കം എ കോൺകറിങ് ക്രിസ്ത്യൻ. അപ്പോൾ ജയമെന്ന് പറയുന്നത് എന്താണ്? അനുരഞ്ജനമില്ലായ്മയാണ്. സ്തോത്രം. അനുരഞ്ജനമില്ലായ്മയാണ്. സ്തോത്രം. Hating everything sinful is victory. സാത്താന്യമായതിനെയൊക്കെ വെറുക്കുന്നതാണ് ജയമെന്ന് പറയുന്നത്. സാത്താന്യമായതിനെയൊക്കെ വെറുക്കുന്നതാണ് ജയം എന്ന് പറയുന്നത്. ഇതെല്ലാം ഇവിടുത്തെ ജയാളികൾക്ക് യോജിക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിലായി കാണുമല്ലോ. സ്തോത്രം. അങ്ങനെയുള്ള ജയാളികൾ എവിടെ നിൽക്കുന്നു? പളുങ്ക് കടലിനരികെ. സ്തോത്രം. ഇംഗ്ലീഷിൽ വായിക്കുന്നത് ദേ ആർ സ്റ്റാൻഡിങ് ഓൺ എന്ന, അല്ലെ? സ്തോത്രം. യാ. അതിന്റെ ഗ്രീക്ക് അർത്ഥമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടല്ലോ. ഓണെന്നും ബിസൈഡ്സ് എന്നും ഒക്കെ ആ പദത്തിന് അർത്ഥമുണ്ട്. പളുങ്ക് കടൽ തീരത്ത് നമ്മൾ പാട്ട് പാടുന്നതും അങ്ങനെയാ. മലയാളത്തിൽ അങ്ങനെയാ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അരികത്ത് ചേർന്ന് നിൽക്കും. അതുകൊണ്ട് തന്നെയാണ് അതിനെ ദൈവവചനത്തിന്റെ പ്രതീകമായിട്ട് വാൽവൂഡ് ഉൾപ്പെടെയുള്ള പ്രവചന വ്യാഖ്യാതാക്കൾ കാണുന്നത്. അവർ തീ കലർന്ന പളുങ്ക് കടൽ. ആ തീ നിറം ന്യായവിധിയെ കുറിക്കുന്നതാണെന്ന് നമ്മൾ കണ്ടു. സ്തോത്രം. തിരുവഴുത്തിൽ പൊതുവെ അഗ്നി എന്തിനെ കാണിക്കുന്നതാണ്? ന്യായവിധിയെ. അതുകൊണ്ടാണ് അഗ്നി അഭിഷേകത്തോട് നമുക്ക് അത്ര വലിയ താല്പര്യം ഇല്ലാത്തത്. സ്തോത്രം. പരിശുദ്ധാത്മാവ് കൊണ്ട് അഭിഷേകം നടത്തുന്നതും അല്ലെങ്കിൽ ചെയ്യുന്നതും, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നതും അഗ്നി കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നതും യേശുക്രിസ്തു തന്നെയാണ്. അതിന് സംശയമൊന്നുമില്ല. കാരണം ഇവരെ എല്ലാവരെയും ന്യായം വിധിച്ച് തള്ളുന്നത് ആര് തന്നെ? ക്രിസ്തു തന്നെ. ന്യായവിധിയെല്ലാം നടത്തുവാൻ അധികാരം ദൈവം നൽകിയിട്ടുള്ളത് മനുഷ്യനായ അല്ലെങ്കിൽ മനുഷ്യപുത്രനായ യേശുക്രിസ്തുവിനാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. യോഹന്നാൻ 5-ാം അധ്യായത്തിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അഗ്നി അത് ന്യായവിധിയുടെ, പാപത്തിനെതിരായ ദൈവത്തിന്റെ ക്രോധത്തിന്റെ ഒരു ചിത്രമാണ്. സ്തോത്രം. മുന്തിരിച്ചക്ക ചവിട്ടുന്നതിൻ്റെയും മുന്തിരിങ്ങ അല്ലെങ്കിൽ ചവിട്ടി അതിൻ്റെ ചാറ് ഊറ്റുന്നതിൻ്റെയും ഒക്കെ ചിത്രം നമുക്ക് അതുമായി ബന്ധപ്പെട്ടാണ് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീ നിറമുള്ള പളുങ്ക് നദി. സ്തോത്രം. നാം ആ ഭാഗങ്ങൾ അവിടെ നിന്നും കാണുകയുണ്ടായി. സ്തോത്രം. പിന്നെ നാം ഇവിടെ കാണുന്നത് ഈ 15-ഉം 16-ഉം അധ്യായങ്ങളിലായിട്ട് 7 ദൂതന്മാരുടെ അവസാനത്തെ ദൈവക്രോധത്തിന്റെ കലശങ്ങളുമായി നിൽക്കുന്ന ഒരു ചിത്രമാണ്. സ്തോത്രം. ഒരു ചിത്രമാണ്. ഇനി നമുക്കവിടെ കാണുവാനായി കഴിയുന്നത് 2-ാമത്തെ വാക്യത്തിൽ ജയിച്ചവർ ഹാർപ്സുമായിട്ട്, വീണകളുമായിട്ട് നിൽക്കും. അത് ദൈവത്തെ സ്തുതിക്കുന്നതിനാണെന്ന്, പാട്ടുപാടുന്നതിനാണെന്ന് അടുത്ത വാക്യങ്ങൾ വ്യക്തമാക്കും.
സ്വർഗത്തിൽ ആകപ്പാട് നമ്മൾ കാണുന്ന ഒരു വാദ്യോപകരണം ഈ ഒരു സാധനമേ ഉള്ളൂ കേട്ടോ. വേറെ വല്ലതും ഉണ്ടോന്ന് അറിയില്ല. ഏതായാലും ബൈബിളിൽ പറയുന്നത്, പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് വീണകൾ മാത്രമേ ഉള്ളൂ, ഹാർപ്സ്. വളരെ ലൈറ്റ് ആയിട്ടുള്ള മ്യൂസിക്കാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പല ആ, ക്രൈസ്തവ സഭാവിഭാഗങ്ങളും, അല്ലെങ്കിൽ സഭാവിഭാഗങ്ങൾ എനിക്ക് തോന്നുന്നു ടീപ്പേങ്കാർ മാത്രമേ ഉള്ളൂ ലൈറ്റ് മ്യൂസിക്സ് ഉപയോഗിക്കുന്നത്. ഒരു 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 സംഘടന അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ. എന്നാൽ ചിലർ വ്യക്തിപരമായിട്ട് ചില പ്രാദേശിക സഭകളും ചില പാസ്റ്റേഴ്സും മ്യൂസീഷ്യൻസും ഒക്കെ ആ വിഷയത്തിൽ വളരെ ശ്രദ്ധാലുക്കളാണ്. ഈ ഒത്തിരി ലോകത്തിലെ ഈ എന്താണ് DJ എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അതുപോലെയുള്ള മ്യൂസിക്സ് ഒന്നും ഉപയോഗിക്കാതെ മൈൽഡായിട്ടുള്ള വളരെ ലളിതമായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രം കൊടുത്തുകൊണ്ടുള്ള പാട്ടുകൾക്ക് ക്രൈസ്തവ സഭകൾ ഊന്നൽ നൽകണം എന്നാണ് എൻ്റെ ശക്തമായ വാദം. എനിക്ക് മ്യൂസിക്കിനെ കുറിച്ചൊന്നും ഔദ്യോഗികമായിട്ട് പറയാൻ അറിഞ്ഞുകൂടാ. പക്ഷേ ഈ ഒരു പശ്ചാത്തലം കൊണ്ട് മാത്രമല്ല, നമ്മുടെ പാട്ടുകളും നമ്മുടെ ക്വയറായാലും കാര്യങ്ങളും ഒന്നും പെർഫോമൻസ് ആയിട്ട് മാറരുത്. ജനത്തെ ദൈവത്തോട് അടുപ്പിക്കുന്ന ഒരു നല്ല മാധ്യമമാണ് മ്യൂസിക്, പാട്ട്, വാദ്യങ്ങൾ. അത്രയാകാവൂ. പക്ഷെ ഇന്നത്തെ നമ്മുടെ ക്വയറുകളൊക്കെ ഒത്തിരി സംഗീത കച്ചേരികൾ പോലെയായിട്ട് മാറുന്നു. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആരാധന, 6 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആരാധന എന്നൊക്കെ പറഞ്ഞിപ്പോ ഒത്തിരി സംഗതികളുണ്ട്. യൂട്യൂബിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പരസ്യങ്ങൾ ഒരുപക്ഷെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും തിരുവഴുത്തിൽ നമുക്ക് പഴയ നിയമത്തിൽ വേറെ ചില ഉപകരണങ്ങളെ കുറിച്ചൊക്കെ കാണാം. വെളിപ്പാട് പുസ്തകത്തിനകത്ത് വാദ്യോപകരണങ്ങളായി നാം കാണുന്നത് ഇതേ ഉള്ളൂ. വേറെ ചില ഉപകരണങ്ങളുടെയൊക്കെ പേരുകൾ ചില സങ്കീർത്തന പുസ്തകങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ മിരിയാം തപ്പെടുത്ത് പാട്ടുപാടി എന്ന് കാണുന്നുണ്ട്. സങ്കീർത്തനങ്ങളിൽ കൈത്താളങ്ങൾ ഉൾപ്പെടെ, ആ കൈത്താളങ്ങളെ ഞങ്ങളെപ്പോലെയുള്ള ചിലരൊക്കെ കൈയടിക്കുന്നതായിട്ട് പറയാറുണ്ട്. കൈത്താളം എന്ന് പറഞ്ഞാൽ കയ്യടിയൊന്നും അല്ലെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. 10 കമ്പിയുള്ള വാദിത്രത്തിനും ഞങ്ങൾ ഉപദേശിമാര് പറയുന്നത് 10 വിരലുകളാണെന്ന. അല്ല, അതുകൊണ്ട് കൈയടിക്കരുതെന്നല്ല. തീർച്ചയായിട്ടും ഞാൻ ചർച്ചിൽ പറയാറുണ്ട്, കൈയടിച്ചു പാടാവുന്ന പാട്ടുകൾക്ക് കൈയടിച്ചു പാടണം. എല്ലാ പാട്ടുകളും ചിലപ്പോൾ കൈയടിക്കാൻ പറ്റുന്നതല്ല. അത് കൈയടിക്കണമെന്നില്ല. അതല്ലാതെ ഇപ്പം പാട്ടുകളും പലതരത്തിലുണ്ടല്ലോ. ഇപ്പൊ ധ്യാനാത്മകമായി പാടേണ്ട പാട്ടുകളുണ്ട്. അല്ല, വേഗത്തിലും കൈയടിച്ചും ഒച്ചത്തിലുമൊക്കെ പാടാവുന്ന പാട്ടുകളുണ്ട്. അപ്പൊ അങ്ങനെ സമർപ്പണത്തിന്റെ പാട്ടുകളുണ്ട്. ഒക്കെ വ്യത്യസ്ത. പണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാർത്തോമാ സഭയിലെയൊക്കെ ക്രിസ്തീയ ഗീതങ്ങൾ പാട്ടുപുസ്തകം എടുത്താൽ അതിലൊക്കെ ഇങ്ങനെ ശുശ്രൂഷാരംഭ ഗീതങ്ങൾ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്, സ്തോത്രഗീതങ്ങൾ, സമർപ്പണ ഗീതങ്ങൾ. എല്ലാത്തിൻ്റെയും ഉള്ളടക്കവും രാഗവും താളവും ഒക്കെ വ്യത്യസ്തമാണ്.
അതുകൊണ്ട് ഇത്രയും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്ന വാദ്യോപകരണം സ്വർഗത്തിലുള്ളതായി കാണപ്പെടുന്നത് ഈ ഒരു വീണ മാത്രമാണ്. വേറെയും ഉണ്ടെങ്കിൽ ആയിക്കൊള്ളട്ടെ. ഏതായാലും സ്വർഗത്തിൽ മ്യൂസിഷ്യൻസ് ആയിട്ട് പോസ്റ്റ് ഒന്നും കാണത്തില്ല ആർക്കും. അവിടെ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് അവിടെ എത്തുന്ന എല്ലാവരുടെയും അവകാശമായിരിക്കും. വർഷിപ്പിംഗ് ഈസ് നോട്ട് ആൻ ഒബ്ലിഗേഷൻ ബട്ട് റാദർ എ റൈറ്റ്. ഒരു കടമ എന്നതിനേക്കാൾ ആരാധന എന്നത് ഒരു അവകാശമായിരിക്കും. സ്തോത്രം. ഇന്നും അങ്ങനെ തന്നെയാകട്ടോ. സ്തോത്രം. ഇറ്റ്സ് എ റൈറ്റ്, ഇറ്റ്സ് എ പ്രിവിലേജ്. പ്രൈസ് ഗാഡ്. ഒരു പദവിയാ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. അതേതെങ്കിലും ഒരു സമയത്തല്ല ചെയ്യുന്നത്. നമ്മുടെ ഓരോ ശ്വാസവും ആരാധനയായിട്ട് മാറണം. സ്തോത്രം. ആരാധകനിൽ നിന്ന് ആരാധനയെ വേർതിരിച്ചു പറവാൻ സാധ്യമല്ല. ഇന്ന് നമ്മൾ ആരാധന എന്ന് പറയുന്നത് ഈ പാട്ടിന്റെ ഒടുവിലും പ്രസംഗത്തിൻ്റെയൊക്കെ ഇടയ്ക്കും പ്രസംഗം തീരുമ്പോഴുമൊക്കെ നടത്തുന്ന ഒരു ശബ്ദകോലാഹലമാണ്. അതല്ല ആരാധന. സ്തോത്രം. അതല്ല ആരാധന. താഴേക്ക് വരുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറയുവാനായിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. ഇത്രയും വ്യക്തമാണോ? ഇത്രയും കാര്യങ്ങളിൽ അക്ഷരീകമായ വീണകൾ തന്നെയാണോ ഭാഷകർ പിടിച്ചിരുന്നത്, അതോ അക്ഷരീകമായ വീണകളായിരിക്കും? ആകാം. വീണകൾ പിടിച്ചുകൊണ്ട് എന്ന് 5-ാം അധ്യായത്തിലും ഇവിടെയുമൊക്കെ പറയുന്നത് കൊണ്ട് സ്വർഗീയ സംഘം ഒരുപക്ഷെ അക്ഷരീയമായിട്ടുള്ളത്, എന്നാൽ സ്വർഗീയമായതാകാം. അങ്ങനെയെങ്കിൽ പാസ്റ്റർ ഒരു ഹെവൻ സ്ക്വയർ കാണത്തില്ലേ? ഇപ്പോൾ ഓൾറെഡി ദൂതന്മാരുടേതുണ്ടല്ലോ. അതല്ലാതെ അതിനകത്ത് നമുക്കും ചേർന്ന് പാടാമല്ലോ. പാടിക്കോ. അതിന് എല്ലാരും കൂടെ ആയിരിക്കുമല്ലോ പാടുന്നേ, സെയിൻസ് എല്ലാരും കൂടെ. അതുകൊണ്ടാ പറഞ്ഞത് ഒരു കൊയർ വേറെ കാണത്തില്ലെന്ന്. അവിടെ അതാണ് പറഞ്ഞത്. ഹെവൻ സ്ക്വയർ എന്ന് പറയണ്ട, ഹെവനിൽ എത്തുന്ന എല്ലാവരും അതിന്റെ ഭാഗമാണ്. അല്ലാത്ത ഒരുത്തനും അവിടെ കാണത്തില്ല. അതിവിടെ ഉള്ളൂ. എനിക്ക് പാടാൻ കഴിവില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് പാടാൻ കഴിവുണ്ട്, എനിക്ക് ഒന്നും വായിക്കാൻ അറിയത്തില്ല, അവർക്ക് കഴിവുണ്ട്. അതൊക്കെ ഇവിടെയുള്ളൂ. അവിടെ എല്ലാവരും അതിൽ പങ്കാളികളാണ്. അതുകൊണ്ട് ഒരു പ്രത്യേക കൊയർ എന്ന നിലയിൽ അവിടെ ഇല്ല. എല്ലാവരും അവിടെ എത്തുന്നവരെല്ലാവരും, വിശുദ്ധന്മാർക്കെല്ലാവർക്കും, ജയാളികളായ എല്ലാവർക്കും തന്നെ ഈ അവകാശം ഉണ്ടാവും. സ്തോത്രം. എല്ലാവരും പാടും, എല്ലാവരും അതിന്റെ ഭാഗമാണ്. അല്ലാതെ ഇവിടുത്തെ പോലെ ഒരു ടീമായിട്ട് മാറി നിൽക്കുന്ന ഒരു സംഗതി അവിടെ ഉണ്ടാവില്ല. സ്തോത്രം. കുഞ്ഞാടിന്റെ പാട്ടെന്ന് പറയുമ്പം അത് വീണ്ടെടുപ്പിന്റെ കാലം ആയിരിക്കത്തില്ലേ? അപ്പൊ അതെ, അതിലേക്ക് വരുന്നു. മൂന്നാമത്തെ വാക്യത്തിൽ ആ കാര്യങ്ങളുണ്ട്. മറ്റെന്തെങ്കിലും? അപ്പോൾ അവിടെ നാം ഒരുമിച്ചാണ് പാടുന്നത്. സ്തോത്രം. ദൂതന്മാർക്ക് പോലും പാടാൻ കഴിയാത്ത പാട്ട് നാം ഒരുമിച്ച് പാടും. സ്തോത്രം. നമ്മൾ 15-ാം അധ്യായത്തിൽ കണ്ടിരുന്നു, ഭൂമിയിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടവർക്ക് മാത്രം പഠിക്കാൻ കഴിയുന്ന പാട്ട്. അപ്പോൾ വീണ്ടെടുക്കപ്പെട്ടവരെല്ലാവരും പാടുന്ന പാട്ട്. സ്തോത്രം. പാരിലാരും പാടിയിടാത്ത പാട്ട്.
അതും സത്യത്തിൽ ശരിയല്ല. ആ പാട്ട് പിന്നെ എന്തായാലും ആ നമ്മൾ പാട്ട്, അങ്ങനെ പാട്ടുണ്ട്, പ്രത്യാശയോടിത പാരിലാരും പാടിടാത്ത പാട്ട് നമ്മൾ പാടും. പക്ഷേ നമ്മൾ പാരിൽ പാടിയ പാട്ട് തന്നെയായിരിക്കും അവിടെ പാടുന്നത്. അത് ഏത് പാട്ടാണെന്ന് നമ്മൾ കണ്ടു. കുഞ്ഞാടിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്ന, നമ്മൾ പാട്ടുകാരൻ അങ്ങനെ അങ്ങ് എഴുതി വെച്ച് നമ്മളും പാടാറുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ തന്നെ ആ പാട്ട് പാടുന്നുണ്ട്. ദൈവകുഞ്ഞാടായ ക്രിസ്തുവേശുവിലൂടെ ദൈവം നമ്മെ സ്നേഹിച്ച പാട്ട്, യേശു ക്രിസ്തുവിന്റെ ക്രൂശ് യാഗത്തിന്റെ പാട്ട്. നമ്മൾ വെളിപ്പാട് 5-ാം അധ്യായത്തിൽ കണ്ടത്, ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുவோം എന്ന പാട്ടിനകത്ത് നമ്മൾ പാടുന്നുണ്ട്. നിൻ തിരുമേനി അറുക്കപ്പെട്ടു, നിൻ രുധിരത്തിൻ വിലയായി വാങ്ങിയതാം. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ സർവവും ചേർന്നുകൊണ്ട്. ആ പാട്ട് നമ്മൾ ഇപ്പോഴേ പാടുന്നുണ്ട്. പാട്ടുകാരൻ അന്നേരം അങ്ങനെ അങ്ങ് പാടി, നമ്മൾ ചേർന്ന് പാടുന്നു. എങ്കിലും അതിലെ ഒരു ചെറിയ പിശകാ ഞാൻ പറഞ്ഞത്. പാടാതിരിക്കണ്ട, പാട്ട് പാടിക്കോ. സ്തോത്രം. പാരിലാരും ചൂടിടാത്ത വാടാമുടി ചൂടും. അത് ശരിയാ. കാരണം ഇതുവരെ നമ്മൾ ആരും കർത്താവ് നമുക്ക് പ്രതിഫലമായിട്ട് തരുന്ന കിരീടങ്ങൾ വെച്ചിട്ടില്ല. അത് ശരിയാ. ഇതുവരെയും നമ്മളാരും തേജസ്സിന്റെ വസ്ത്രം അണിഞ്ഞിട്ടില്ല. ആ നിലയിലൊക്കെ ആ കാര്യങ്ങൾ ശരിയാ. ഈ പാട്ടിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഒരു ചെറിയ വിഷയം. അതൊരു ഗൗരവതരമായ തെറ്റല്ലാത്തത് കൊണ്ട് നമുക്കത് പാടുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ തന്നെ നമ്മൾ ആ പാട്ട് പാടുന്നുണ്ട്. നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞതുപോലെ സ്വർഗത്തിലും കൂടെ നമുക്ക് പാടാൻ പറ്റുന്ന പാട്ടുകൾ ഇപ്പോഴേ പാടിയാൽ നല്ലതായിരുന്നു. സ്തോത്രം. സ്വർഗത്തിലും കൂടെ നമുക്ക് പാടാൻ കഴിയുന്ന പാട്ടുകൾ ഇപ്പോഴേ പാടിയാൽ നല്ലതായിരുന്നു. ഇവിടെ വെച്ച് നമുക്ക് ദുഃഖവും പ്രയാസവും ഒക്കെ ഉണ്ട്. അപ്പം അതുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട ഒത്തിരി പാട്ടുകൾ നമ്മൾ പാടാറുണ്ട്, വിടുതലിന്റെ പാട്ടെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട്. ആയിക്കൊള്ളട്ടെ, കുഴപ്പമില്ല. പക്ഷേ ദൈവമഹത്വത്തെ പ്രകീർത്തിക്കുന്ന, ക്രിസ്തു മഹാത്മ്യത്തെ പ്രകീർത്തിക്കുന്ന, ക്രൂശിലൂടെ നമുക്ക് ലഭ്യമായ വീണ്ടെടുപ്പിനെ പറ്റി പ്രതിപാദിക്കുന്ന പാട്ടുകളാണ് നമ്മൾ പാടുന്നത്. ഞാൻ ഒത്തിരി പ്രാവശ്യം നമ്മുടെ ഇടയിൽ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാൻസ ഉണ്ടല്ലോ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. അതിന്റെ ഒടുവിലത്തെ സ്റ്റാൻസ, വീണ്ടെടുപ്പിൻ ഗാനം പാടും ഞാൻ സിയോനിൽ, വിൺദൂതർക്കും പാടാൻ അസാധ്യമേ അത്. കാൽവരി ഗിരിയിൽ കാൽകരം തുളച്ച കുഞ്ഞാടാം പ്രിയനിൻ സ്നേഹം എൻ ഗാനമേ. അപ്പോൾ നാം നിത്യതയിൽ പാടുന്ന പാട്ട് ദൈവ സ്നേഹത്തിന്റെ പാട്ട്, ക്രൂശിലെ ത്യാഗത്തിന്റെ പാട്ട്, നമ്മെ വീണ്ടെടുത്തതിന്റെ പാട്ട് തുടങ്ങിയതൊക്കെയാണ് നാം അവിടെ പാടുന്നത്. സ്തോത്രം. അത് ഇപ്പോൾ മുതലേ നമുക്ക് പാടാം. ഇപ്പോൾ മുതലേ നമുക്ക് പാടുവാൻ സാധിക്കും. ഇപ്പോഴും നാം പാടുന്ന അധികം പാട്ടുകളും അതായിരിക്കണം. പക്ഷേ നമ്മൾ പലപ്പോഴും അത് തിരുവത്താഴത്തിന് മാത്രമായിട്ടങ്ങ് പരിമിതപ്പെടുത്തിയോ എന്നെനിക്ക് സംശയമുണ്ട്. സ്തോത്രം. തിരുവത്താഴത്തിന് മാത്രമായി നാം അത് പരിമിതപ്പെടുത്തരുത്. ക്രൂശിനെ ധ്യാനിക്കുന്ന പാട്ടുകൾ. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ മദറൊക്കെ ജീവിച്ചിരുന്ന സമയത്ത്, ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ഞങ്ങളുടെ വീട്ടില് വൈകിട്ടത്തെ കുടുംബ പ്രാർത്ഥന ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന, രാവിലെ ചില സമയത്ത് അന്നൊക്കെ എൻ്റെ മദറൊക്കെ ഉള്ളപ്പം ഞാനും അമ്മച്ചിയും കൂടെ ഒക്കെ ഒരുമിച്ചിരുന്ന്, ചേട്ടനും അവരിലും കൂടെ അവരുടെ റൂമിലിരുന്ന്, അങ്ങനെ രാവിലത്തെ ഞങ്ങളുടെ പ്രാർത്ഥന ഉണരുമ്പോൾ രാവിലെ. ഒരു ദിവസം ഞാൻ ബൈബിൾ സ്കൂളിൽ നിന്ന് വന്നിട്ട്, എനിക്ക് തോന്നുന്നു ഞാൻ ബൈബിളൊക്കെ വായിച്ച് ധ്യാനിച്ച് ഇങ്ങനെ ഇരുന്നിട്ട്
ഞായറാഴ്ച ഒന്നും അല്ലായിരുന്നു, വേറെ ദിവസം ഉണ്ടായിരുന്നു. കണ്ടാലും കാൽവറിയിലാണെന്ന് എനിക്ക് തോന്നുന്നു. ആ പാട്ട് ഞാനിങ്ങനെ പാടുകയായിരുന്നു. പാടി കഴിഞ്ഞ് നേരം വെളുത്തു. പിന്നെ ഞങ്ങള് ഇരുന്ന സമയത്ത് അമ്മച്ചിയൊക്കെ കൂടെ പറഞ്ഞു, എന്തോ ആയിരുന്നു രാവിലെ തിരുവത്താഴം വല്ലതും നടത്തിയായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എന്ത് പറ്റി? അല്ല, തിരുവത്താഴത്തിന് പാടുന്ന പാട്ടൊക്കെ പാടുന്നത് കേട്ടിരുന്നുണ്ട്. അപ്പം എന്റെ വീട്ടുകാരുടെ ചോദിച്ചായതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പൊ പൊതുവെ നമുക്ക് ഒരു ചിന്ത, അങ്ങനെയുള്ള പാട്ടുകളൊക്കെ തിരുവത്താഴത്തിനൊക്കെ പാടാവുന്ന അല്ല. ആ ക്രൂശിനെ ധ്യാനിച്ച് ദൈവമഹത്വത്തെ പ്രകീർത്തിക്കുന്ന, സ്നേഹത്തെ ഓർമ്മപ്പെടുത്തുന്ന ആ ഗാനങ്ങളൊക്കെ അധികവും നാം പാടുന്നത് നന്നായിരിക്കും. സ്തോത്രം. അതാണ് സത്യത്തിൽ വീണ്ടെടുപ്പിന്റെ പാട്ട്, അല്ലെങ്കിൽ കുഞ്ഞാടിന്റെ പാട്ട് എന്ന് പറയുന്നത്. ആ കുഞ്ഞാടിന്റെ പാട്ട് കൃത്യമായി നാം കാണുന്നത് വെളിപ്പാട് പുസ്തകം 5-ാമത്തെ അധ്യായത്തിലാണ്. നമ്മളത് കണ്ടിരുന്നല്ലോ. 4 ജീവികൾ പാടുന്നത്, ദൂതന്മാര് മൊത്തം കൂടെ പാടുന്നത്, മൂപ്പന്മാര് പാടുന്നത്, സകല സൃഷ്ടികളും കൂടെ പാടുന്നത്. അങ്ങനെ 4-5 ഭാഗമായിട്ട് ആ സ്വർഗീയ ആരാധനയെ തരംതിരിച്ച് നമ്മൾ കാണുകയുണ്ടായത് ഓർമ്മ കാണുമെന്ന് കരുതുന്നു. വേറെ എന്തെങ്കിലും? ശരി. 3-ാമത്തെ വാക്യത്തിൽ അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടിച്ചൊല്ലി. 2 പാട്ടുകൾ അവർ പാടുന്നു. അതിന്റെ 2 സംഗതികൾ. ഒന്ന്, ഈ കൂട്ടത്തിൽ യഹൂദന്മാരുണ്ട്, ഇസ്രായേലിയ ഗോത്രക്കാർ. മോശയുടെ പാട്ട് പാടുന്നു എന്നതിൽ നിന്നും നമുക്കതാണ് മനസ്സിലാക്കാൻ സാധിക്കും. കുഞ്ഞാടിന്റെ പാട്ട് അത് വീണ്ടെടുക്കപ്പെട്ട എല്ലാവർക്കും പാടുവാൻ കഴിയുന്നതാണ്. ഇസ്രായേലെന്നും ജാതികളെന്നും സഭയെന്നും വ്യത്യാസമില്ലാതെ. കാരണം മനുഷ്യരായ സകലർക്കും ആരിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ? കുഞ്ഞാടിൽ കൂടെ മാത്രമേ ഉള്ളൂ. നമ്മൾ പല സമയത്തും പഠിച്ചിട്ടുള്ളത് പോലെ പഴയ നിയമക്കാര് മുമ്പോട്ട് എത്തി നോക്കി ക്രൂശിൽ വിശ്വസിച്ചെങ്കിൽ, നമ്മൾ പുതിയ നിയമക്കാര് പുറകോട്ട് നോക്കി ചരിത്രത്തിൽ സംഭവിച്ചതിൽ വിശ്വസിക്കുന്നു. പഴയ നിയമ വിശുദ്ധന്മാർ മുൻപോട്ട് നോക്കി പ്രവചനത്തിലെ ക്രിസ്തുവിൽ വിശ്വസിച്ചെങ്കിൽ, നമ്മൾ പുറകോട്ട് നോക്കി ചരിത്രത്തിലെ ക്രൂശിൽ വിശ്വസിക്കുന്നു. അപ്പോ വീണ്ടെടുക്കപ്പെട്ട എല്ലാവർക്കും പാടുവാൻ കഴിയുന്ന പാട്ടാണ് കുഞ്ഞാടിന്റെ പാട്ട്. പ്രത്യേകാൽ ഇസ്രായേൽ മക്കൾക്ക് പാടുവാൻ കഴിയുന്ന പാട്ടാണ് മോശയുടെ സോങ് ഓഫ് മോസസ്, മോശയുടെ പാട്ട്. ഇത് രണ്ടിന്റെയും കൂടെ സങ്കലനമാണ് ഇവിടെ. അപ്പോൾ ഈ 2 കൂട്ടരിൽ നിന്നും ഉള്ളവരുണ്ടെന്നത് വ്യക്തമാക്കുന്നു. അത് വ്യക്തമാണ് താനും. 7-ാം അധ്യായത്തിൽ തന്നെ നാം അത് കണ്ടു കഴിഞ്ഞു. 7-ന്റെ 1 തൊട്ട് 8 വരെ ഇസ്രായേലിയരിൽ നിന്നും വീണ്ടെടുക്കപ്പെടുന്നവരും മുദ്രയിടപ്പെടുന്നവരും, 9 മുതൽ ജാതികളിൽ നിന്ന് വീണ്ടെടുക്കപ്പെടുന്നവരും. അപ്പോൾ ഇസ്രായേലിയരിൽ നിന്നും ഇസ്രായേലിയരല്ലാത്തവരിൽ നിന്നും മഹാപീഡന കാലത്ത്
വീണ്ടെടുക്കപ്പെടുന്ന വിശുദ്ധന്മാർ ഈ കൂട്ടത്തിൽ ഈ ജയാളികളിൽ ഉണ്ടെന്നുള്ളത് ഈ രണ്ട് പാട്ടുകളിലും കൂടെ വ്യക്തമാകുന്നു. അത് നേരത്തെ തന്നെ 7-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അതുകൊണ്ട് കൂടുതൽ അക്കാര്യത്തിൽ വിശദീകരണം വേണ്ടായിരിക്കുമല്ലോ. അടുത്തത് മോശയുടെ പാട്ട് ഏതാണെന്ന് വ്യക്തമല്ല. എന്നാൽ രണ്ട് സൂചനകൾ നമുക്കുണ്ട്. മോശയുടെ പാട്ടായി നമുക്കറിയാവുന്നത് ഏതൊക്കെയാ? 15 ഒരെണ്ണം പുറപ്പാട് 15-ാം അധ്യായം. ഒരെണ്ണം കൂടെ ഉണ്ട്, 90 സങ്കീർത്തനം. 90 സങ്കീർത്തനമല്ല. സിസ്റ്റർ ഏതാ പറഞ്ഞേ? Deuteronomy 32. Yes, Deuteronomy 32. Exactly. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായവും ആവർത്തന പുസ്തകം 32-ാം അധ്യായം മോശ ജനത്തെ പഠിപ്പിച്ച രണ്ട് പാട്ടുകളാണ്. 90 സങ്കീർത്തനവും മോശ എഴുതിയതാണ്. എന്നാൽ അതൊരു നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മരണഗീതമാണ്, ചരമഗീതമാണ്, പ്രാർത്ഥന എന്ന് എഴുതിയേക്കുന്നത്. പ്രാർത്ഥന. ചേട്ടന്റെ അഹരോന്റെ മരണസമയത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചു പറഞ്ഞത് ഒരു പ്രാർത്ഥനാ ഗീതമാണ്. എന്നാൽ ഇസ്രായേൽ മക്കളെ ദൈവം മോശ പഠിപ്പിച്ച രണ്ട് പാട്ടുകളാണ് പുറപ്പാട് 15-ഉം ആവർത്തനം 32-ഉം. ഇത് രണ്ടും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തും ഈ രണ്ട് അധ്യായങ്ങൾ. ഒന്ന്, റിമെമ്പറിങ് the victory the Lord gave his people. ദൈവത്തിന്റെ ജനത്തിന് ദൈവം നൽകിയ വിജയത്തെ ഓർത്തുകൊണ്ട് ദൈവത്തിന് പാടുന്ന പാട്ടുകളാണ് രണ്ടും. പുറപ്പാട് 15 ഇസ്രായേൽ ജനത്തിന്റെ പുറപ്പാടും ചെങ്കടൽ കടന്നതും ആയി ബന്ധപ്പെട്ട ജയം. ആവർത്തനം 32-ൽ ഈ കഴിഞ്ഞ 40 വർഷം മരുഭൂമിയിൽ അവരെ ശിക്ഷിച്ചു, അവരുടെ പാപത്തിന് ശിക്ഷിച്ചെങ്കിലും ശത്രുക്കളുടെ മേൽ ജയം നൽകിയാണ് അവരെ അവിടം വരെ കൊണ്ടുവന്നത്. അപ്പൊ രണ്ടിലും ജയമുണ്ട്. അതിന്റെ മറുഭാഗമാണ് രണ്ടാമത്തെ കാര്യം, റിമെമ്പറിങ് God's execution of judgment upon their enemies. Remembering the judgments. ദൈവം ഇസ്രായേലിന്റെ ശത്രുക്കളുടെ മേൽ നടത്തിയ ന്യായവിധിയുടെ ഓർമ്മയും കൂടെ അവിടെ. രണ്ടും ഒരേ വിഷയത്തിന്റെ രണ്ട് വശങ്ങളാണെന്നേ ഉള്ളൂ. ശത്രുക്കളുടെ മേൽ ന്യായവിധി നടത്തിയപ്പോൾ അത് ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിന് ജയമായിട്ട് തീർന്നു എന്ന് മാത്രം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളുടെ ഓർമ്മയാണ്, അതിനുള്ള നന്ദി പ്രകടനമാണ് എന്ത് മോശയുടെ പാട്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ പഴയ നിയമ ഭാഷയിൽ പറഞ്ഞാലും അവരുടെ വീണ്ടെടുപ്പ് എന്നർത്ഥം. കുഞ്ഞാടിന്റെ പാട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ദൈവത്തിന്റെ സ്നേഹം, പാപികളായ മനുഷ്യരോടുള്ള ദൈവത്തിന്റെ സ്നേഹം, ദൈവപുത്രൻ ക്രൂശിൽ സഹിച്ച ത്യാഗത്തിന്റെ ഓർമ്മ, അതിക്രൂരമായ ശിക്ഷകളേറ്റ് ദാരുണമായ ക്രിസ്തുവിന്റെ ദൈവപുത്രന്റെ മരണത്തിന്റെ ഓർമ്മ, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് പാപികളായ മനുഷ്യർക്ക് സൗജന്യമായി ലഭിച്ച വീണ്ടെടുപ്പിന്റെ ഓർമ്മ.
ഇതെല്ലാമാണ് കുഞ്ഞാടിന്റെ പാട്ടിന്റെ അർത്ഥം. The song of Moses was a remembrance of God's judgments upon the enemies and God's favor and victory for his people Israel. The song of the Lamb was remembrance of the love of God manifested on the cross for the few sinners of this world. Remembrance of the sacrifice and the atonement of Jesus, the sufferings and passions of Jesus. Remembering the very redemption, the free redemption through the blood shed on the cross. Remembering the acceptance into the family of God. A grateful remembrance of the deliverance from the wrath of God. ദൈവക്രോധത്തിൽ നിന്നുള്ള വിമോചനത്തിന്റെ, സൗജന്യ വിമോചനത്തിന്റെ ഓർമ്മകളാണ്, അത് നിമിത്തമുള്ള നന്ദി പ്രകടനങ്ങളാണ് കുഞ്ഞാടിന്റെ പാട്ടിനകത്തുള്ളത്. സ്തോത്രം. ഇത്രയും വ്യക്തമാണോ? സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത്, ഈ 150 സങ്കീർത്തനങ്ങളെ കൂടാതെ പല സങ്കീർത്തനങ്ങളും ബൈബിളിന്റെ മറ്റ് പുസ്തകങ്ങളിലും ചിതറിക്കിടപ്പുണ്ട്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായമാണ് ബൈബിളിലെ ആദ്യത്തെ സങ്കീർത്തനം എന്നുമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഇതുകൊണ്ടാണ്. ദ ഫസ്റ്റ് റിട്ടൺ സാം. അതുമൊക്കെ നമ്മൾ നമ്മുടെ സഭായോഗങ്ങളിൽ സങ്കീർത്തനങ്ങളായി വായിക്കുന്നതൊക്കെ ഉചിതമായിരിക്കും. ഞങ്ങൾ അങ്ങനെയൊക്കെ വായിക്കാറുണ്ട്. ഇപ്പം പുതിയ നിയമത്തിലുമുണ്ട് 150 സങ്കീർത്തനങ്ങളിൽ നിന്നും വ്യത്യസ്തമെന്ന് പറഞ്ഞാൽ അത് കൂടാതെയുള്ള സങ്കീർത്തനങ്ങൾ, പാട്ടുകൾ. പാട്ടുകൾ പരസ്യാരാധനയിലെ, വ്യക്തിപരമായ ആരാധനയിലെയും ഒരു പ്രധാന ഭാഗമാണ്. പ്രത്യേകിച്ചും യോഗങ്ങളുടെ തുടക്കത്തിൽ പാട്ടുകൾ പാടുന്നത് നമ്മുടെ ചിതറിയ ചിന്തകളെ ദൈവത്തിലേക്ക് ഏകാഗ്രപ്പെടുത്താൻ ഉതകുന്നതാണ്. അതുകൊണ്ടാണ് പല സമയങ്ങളിലും പല പാട്ടുകാരും ആദ്യത്തെ പാട്ട് വളരെ സ്ലോയിലും ധ്യാനാത്മകമായിട്ടുമൊക്കെ പാടുന്നത്. ഈ വലിയ സ്പീഡൊന്നുമുള്ള പാട്ട് ആദ്യം പാടാത്തതിന് കാരണം അതൊരു നല്ല രീതിയാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലായ്പ്പോഴും അങ്ങനെ വേണമെന്നൊരു നിബന്ധനയൊന്നുമല്ല. കാരണം നമ്മൾ നമ്മുടെ ലൗകികമായ ജീവിതത്തിൽ ഏർപ്പെട്ട് നമ്മുടെ ശ്രദ്ധയൊക്കെ പലതിലേക്കും ഇങ്ങനെ ചിതറിപ്പോയിട്ടാണല്ലോ വരുന്നത്. അപ്പൊ വന്നങ്ങോട്ട് ഇരിക്കുമ്പം തന്നെ ഒന്നും ഏകാഗ്രത ദൈവത്തിങ്കിലേക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. അതിനാണ് ആദ്യത്തെ അല്പസമയങ്ങൾ നമ്മൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ഒക്കെ ചെയ്യാൻ ഇങ്ങനെ പറയുന്നത്. എന്നിട്ട് പാട്ട് പാടുന്നതും അതിനു വേണ്ടിയാ, ആ ഒരു ദൈവമഹത്വത്തെയോ ഒക്കെ പ്രകീർത്തിക്കുന്ന പാട്ട്. അപ്പോൾ പാട്ട് ഒറ്റയ്ക്കായാലും നമ്മൾ കുടുംബത്തിലായാലും സഭയിലായാലും നമ്മളെ ദൈവത്തിങ്കിലേക്ക് നയിക്കുന്നതാണ്. നമ്മുടെ ശ്രദ്ധ ദൈവത്തിങ്കിലേക്ക് ഏകാഗ്രപ്പെടാൻ സഹായിക്കുന്നതാണ് പാട്ടുകൾ. അത് ആരാധനാ
സഭായോഗങ്ങളിലെ ഒഴിച്ചുകൂടാൻ പാടില്ലാത്തൊരു ഘടകമാണ്. ഒറ്റയ്ക്കുള്ള ആരാധനയിലും ഒറ്റയ്ക്കുള്ള സ്തുതി മഹത്വപ്പെടുത്തലുകളിലും പ്രൈസിങ്ങിലും അത് നമ്മൾ പരിചയിക്കണം. അത് ഒറ്റയ്ക്ക് നമ്മൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും പ്രാർത്ഥനയ്ക്കൊക്കെ വേണ്ടി ഇരിക്കുന്ന സമയത്ത് മാത്രമൊന്നല്ല, എല്ലായ്പ്പോഴും ആ ഗാനങ്ങൾ നമ്മെ എപ്പോഴും ദൈവത്തോട് ഇങ്ങനെ ചേർത്ത് ബന്ധിപ്പിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? എന്തെങ്കിലും വിശദീകരണം? സ്തോത്രം. അടുത്ത ഭാഗം തീരുകയില്ലെങ്കിലും ഒന്ന് തുടങ്ങി വെക്കാം നമുക്ക്. 3-ാം വാക്യം തന്നെ പറയുന്നു, ഈ കുഞ്ഞാടിന്റെയും മോശയുടെയും പാട്ടുകൾ അവര് പാടി ചൊല്ലിയത് എന്തൊക്കെയാ? ആ പാട്ടിന്റെ കണ്ടന്റ്, ഇതിവൃത്തം എന്തായിരുന്നു? സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ. സർവജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യവുമുള്ളവ. പ്രധാനമായിട്ടും 3-ാം വാക്യത്തിന്റെ ബാക്കിയും 4-ാമത്തെ വാക്യവും, അതായത് ഇവർ പാടിയ ഈ പാട്ട്, ഈ 2 പാട്ടുകൾ, അതിന്റെ ഇതിവൃത്തത്തിൽ ഹൂ ഗാഡ് ഈസ്, ദൈവമാര്, വാട്ട് ഡിഡ് ഹി ഡു, അവൻ എന്ത് ചെയ്തു, ദൈവത്തിന്റെ ആളത്വത്തെ പ്രകീർത്തിക്കുന്നു, ദൈവത്തിന്റെ പ്രവൃത്തിയെ പ്രകീർത്തിക്കുന്നു. ഈ 2 കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. ദൈവത്തിന്റെ ആളത്വം, ദൈവത്തിന്റെ പ്രവൃത്തി. ആളത്വത്തിൽ ഉൾപ്പെടുന്നതാണെങ്കിലും വേണമെങ്കിൽ നമുക്ക് 3-ാമതൊരു ഘടകമായിട്ട് വെക്കാം. പക്ഷെ അത് ആളത്വത്തിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ. ദൈവത്തിന്റെ സ്വഭാവം, ആട്രിബ്യൂട്ട്സ്. വേണമെങ്കിൽ ഇതിനെ 3 അല്ലെങ്കിൽ 2 മതി. നിങ്ങളുടെ സൗകര്യം പോലെ ഇത് ചെയ്യാം. 5-ാമത്തെ വാക്യത്തിൽ, കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയിരിക്കും, മഹത്വപ്പെടുത്താതെയും ഇരിക്കും. നീയല്ലോ ഏക പരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ, പ്രവർത്തികളാണ് വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. ദൈവത്തോട് ഒരു ചോദ്യവും ചോദിക്കുന്നു. ഉത്തരം കിട്ടേണ്ട ചോദ്യമൊന്നുമല്ല, ആ ചോദ്യത്തിനകത്ത് തന്നെ ഉത്തരമുള്ള റെട്ടോറിക് ക്വസ്റ്റ്യൻ. സ്തോത്രം. ദൈവത്തോട് പ്രസ്താവിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇതിൽ നിന്നും ഇത്രയും പറഞ്ഞ് നമുക്ക് നിർത്താം. ഈ പ്രിയപ്പെട്ടവര് നമുക്കറിയാം, ഏറെ കഷ്ടങ്ങൾ സഹിച്ച് രക്തസാക്ഷികളായിട്ട് അവിടെ എത്തിയവരാ. അവിടെ ചെന്നപ്പം അവർക്ക് ഇവിടെ സഹിച്ചത് വല്ലതും ആണോ പറയാനുള്ളത്? ഒന്നുമല്ല. യഥാർത്ഥ ആരാധനയുടെ ചിത്രമാണ് ഇവിടെ കാണുന്നത്. നമ്മൾ എത്ര കഷ്ടതയിലായാലും, ഇവിടെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഇപ്പോൾ നമ്മൾ ജീവിക്കുമ്പോഴും, നാം എത്ര വേദനകളിലൂടെ, ഒറ്റപ്പെടുത്തലുകളിലൂടെ, കഷ്ടങ്ങളിലൂടെ പോയാലും, നാം ആരാധനയുടെ അവസ്ഥയിലേക്ക് എത്തിയാൽ നമ്മുടെ കഷ്ടങ്ങളല്ല നാം കാണുന്നത്, അതിനേക്കാൾ കവിഞ്ഞ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ മഹത്വമായിരിക്കും. സ്തോത്രം. സ്തോത്രം. ദൈവത്തിന്റെ ശ്രേഷ്ഠതകളായിരിക്കും.
ഇങ്ങനെ നാം ആരാധിച്ച് പഠിക്കണം, ശീലിക്കണം. സ്തോത്രം. ഇങ്ങനെ നാം ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി പഠിക്കണം, പരിശീലിക്കണം. സഭായോഗങ്ങളിൽ മാത്രമല്ല, നാം ഒറ്റയ്ക്കിരിക്കുമ്പോഴും അതിവേദനയോടെ ആയിരിക്കും നാം ദൈവസന്നിധിയിൽ എത്തുന്നത്. തീച്ചൂളയുടെ അനുഭവങ്ങളിലൂടെ ആകാം നാം പോകുന്നത്. ആരോടും പറയാനൊക്കാത്ത വേദനകൾ നമുക്ക് കാണും. നീറുന്ന മനസ്സായിരിക്കും. ശരീരത്തിന് സ്വസ്ഥത കാണില്ല, സൗഖ്യം കാണില്ല. സാമ്പത്തികമായ പ്രതിസന്ധികൾ കാണും, കുടുംബ വിഷയങ്ങൾ കാണും, സാമൂഹിക വിഷയങ്ങൾ കാണും. മനസ്സ് നീറുകയായിരിക്കും. ഭാരം ഇറക്കി വെക്കുവാൻ നമുക്കൊരു പക്ഷേ വേറെ ഒരിടമില്ല. ഒരു വ്യക്തിയോടും തുറന്ന് പറയാനൊക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളിലൂടെ പോകുമ്പോഴും ദൈവസന്നിധിയിലേക്ക് ചെന്നാൽ നാം അധികവും നമ്മുടെ വേദനകളെ മറക്കുകയാണ്. കാരണം അതിനേക്കാൾ അപ്പുറം നമുക്ക് ദർശിക്കാൻ കഴിയുന്നത് നമ്മുടെ കർത്താവിന്റെ മഹത്വമാണ്. സ്തോത്രം. നമ്മുടെ ദൈവത്തിന്റെ ശ്രേഷ്ഠതയാണ്. അതിന്റെ മുമ്പിൽ നമ്മുടെ വേദനകളൊക്കെ അലിഞ്ഞു പോകും. സ്തോത്രം. ചിലപ്പോൾ നമുക്ക് നമ്മുടെ വേദനകൾ അങ്ങോട്ടൊന്നും പറയേണ്ടതായി വരില്ല. അല്ലാതെ തന്നെ നമ്മുടെ വേദനകൾ അലിഞ്ഞു മാറും ആ തിരുമഹത്വ ദർശനത്തിന്റെ മുമ്പിൽ. സ്തോത്രം. അതിനുതകുന്ന ഗാനങ്ങളായിരിക്കണം നമ്മൾ പാടുന്നത്. സ്തോത്രം. സെൽഫ് സിമ്പതി തോന്നിപ്പിക്കുന്ന, നമ്മോട് തന്നെ നമുക്കൊരു സഹതാപം തോന്നിപ്പിക്കുന്ന പാട്ടുകൾ പാടുന്നതിനേക്കാൾ, സ്തോത്രം, നമുക്ക് കർത്താവിന്റെ മഹത്വത്തെ കാണുന്ന പാട്ടുകൾ പാടുന്നതായിരിക്കും ഏറെ നല്ലത്. സ്തോത്രം. നമ്മൾ പലപ്പോഴും വേദനകളും കഷ്ടങ്ങളും ഒക്കെ വരുമ്പോൾ അങ്ങനെയുള്ള പാട്ടുകളാ പാടാറ്. അത് നമ്മളെ കൂടുതൽ കരയിപ്പിക്കും, നമ്മളോട് തന്നെ സഹതാപം തോന്നിപ്പിക്കും. പകരം അതിൻ്റെയൊക്കെ മുമ്പിൽ ആ പ്രശ്നങ്ങളെക്കാൾ അതീതനായി നിൽക്കുന്ന നമ്മുടെ കർത്താവിനെ അവിടെ ഒന്നെടുത്ത് കാണിച്ചാൽ, സ്തോത്രം, നമുക്ക് ആ ചിറകിന്റെ അടിയിലേക്ക് ഓടിപ്പോയി അഭയം തേടുവാൻ, നമ്മുടെ ദൈവം ആരാണെന്ന തിരിച്ചറിവിൽ നമ്മുടെ വേദനകളും പരാജയങ്ങളും മറക്കുവാൻ, ഈ ദൈവത്തിന്റെ മുമ്പിൽ ഈ പ്രശ്നം ഒന്നും ഇല്ലെന്ന് തിരിച്ചറിയാൻ നമുക്കിടയാകും. സ്തോത്രം. പ്രൈസ് ഗോഡ്. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. അതിലെ ചില കാര്യങ്ങൾ കൂടെ നമുക്ക് ചിന്തിപ്പാനുണ്ടെങ്കിലും ഇന്ന് നമ്മുടെ സമയം കഴിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ വരവ് താമസിച്ചാൽ നാളെയാകാം. സ്തോത്രം. അപ്പോൾ നമുക്കിന്ന് രാത്രിയിലും നമ്മുടെ കർത്താവിനെ അവനിരിക്കുന്നത് പോലെ തിരുവെഴുത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന അളവിൽ നമുക്കൊന്ന് കാണാൻ ശ്രമിക്കാം. സ്തോത്രം. പ്രൈസ് ഗോഡ്. ആരോടും പറയാനൊക്കാത്ത ഒത്തിരി വേദനകൾ നമുക്കൊക്കെ ഉണ്ടാവും. എല്ലാം അറിയുന്ന ഒരു കർത്താവ് ഇത്രയും ശ്രേഷ്ഠനാണെന്നറിയുമ്പോൾ, സ്തോത്രം, ദാവീദുമൊക്കെ അങ്ങനെയാണല്ലോ പല സങ്കീർത്തനങ്ങൾ എഴുതിയത്. കഷ്ടങ്ങളോടെ ചെല്ലുമ്പം ദൈവത്തിന്റെ വലിമയെ മനസ്സിലാക്കിയിട്ട് ദൈവത്തെ അങ്ങ് സ്തുതിക്കാൻ ഒരുങ്ങ. സ്തോത്രം. പ്രൈസ് ഗോഡ്. പൗലോസും ശീലാസും ഒക്കെ അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിലും അങ്ങനെയായിരുന്നു. കയ്യും കാലും ആമത്തില, വസ്ത്രം ഉരിഞ്ഞ് അവരെ നഗ്നരാക്കി ഉപദ്രവിച്ച് ജയിലിൽ ഇട്ടിരിക്കുക. പക്ഷേ അവർക്ക് അവിടെ കിടന്നുകൊണ്ടും പരാതിയല്ല പറയാനുള്ളത്, ദൈവത്തെ സ്തുതിക്കാനും പ്രാർത്ഥിക്കാനുമായി കഴിഞ്ഞു. ഇന്നും നമുക്ക് ആ ഒരു ശീലമുള്ളവരാകാൻ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. സ്തോത്രം. ആ നിലയിൽ പരിശീലിച്ച്
നിത്യതയ്ക്കായിട്ട് ഒരുങ്ങുവാൻ ഈ വചനങ്ങളും മുഖാന്തരങ്ങളായി തീരട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.